നമസ്കാരം. CT വില്യം സ്കാനിലേക്കാണ്. ഈയിടെ സമൂഹ മാധ്യമത്തിൽ ഒരു വലിയ കോലാഹലം നടന്നുകൊണ്ടിരിക്കുകയാണ്. സംഗതി നിസ്സാരമാണ്. സമൂഹ മാധ്യമത്തിലെ ചില അവതാരകർ, അവരെക്കുറിച്ചാണ് വിഷയം. കൂടുതലും രജനീഷ് എന്ന് പറയുന്ന ഒരു അവതാരകനെ കുറിച്ചും അതുപോലെ തന്നെ ഒരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന വേറൊരു കക്ഷിയെക്കുറിച്ചുമാണ്, വേറൊരു അവതാരകനെ കുറിച്ചുമാണ് ഇപ്പോൾ കലശലായിട്ടുള്ള വാദം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വാദം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയ വളരെ അരികെ നിന്ന് കാണുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലും രണ്ട് വാക്ക് പറയാം എന്ന് വിചാരിക്കുകയാണ്. പ്രധാനമായിട്ടും ഞാൻ ഈ രജനീഷിനെ കുറിച്ച് പറയുകയാണ്. രജനീഷ് നല്ല അവതാരകനാണ്, ഒരു നല്ല ജേർണലിസ്റ്റ് എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പല അഭിമുഖങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഞാനും ഒരു പത്രപ്രവർത്തകനാണ്, കൂടുതലും അഭിമുഖങ്ങൾ എടുത്ത ആളുമാണ്. അതുകൊണ്ട് അഭിമുഖം എങ്ങനെ വേണം, ഏത് തരത്തിൽ വേണം, എവിടം വരെ അഭിമുഖം പോകാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ എനിക്ക് നല്ല ധാരണയുണ്ട്. അതൊക്കെ തന്നെ രജനീഷിനുമുണ്ട്. എന്തായാലും രജനീഷിൻ്റെ ആദ്യകാലത്തെ അഭിമുഖങ്ങൾ വളരെ പ്രശംസനീയമായിരുന്നു എന്ന് വേണം പറയാൻ. പ്രത്യേകിച്ചും സംഗീതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയ പല ഇൻ്റർവ്യൂകൾ, പല അഭിമുഖങ്ങളും ഗംഭീരങ്ങളായിരുന്നു. അതിന് രജനീഷിന് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ വയ്യ. പക്ഷേ പിന്നീട് അദ്ദേഹം ചെയ്തിട്ടുള്ള പല അഭിമുഖങ്ങളും, കൂടുതലും ഈ സിനിമാക്കാരെ അഭിമുഖം ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതും. സിനിമാ നടികളെ ഒക്കെ അഭിമുഖം നടത്തുമ്പോൾ രജനീഷ് വളരെ തരം താഴ്ന്നു പോയതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ കോൺഫിഗറേഷൻ തന്നെ അദ്ദേഹം മാറ്റിക്കളഞ്ഞു. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം തന്നെ അദ്ദേഹം അവിടെ എവിടെയൊക്കെ പണയം വെച്ചു എന്നാണ് എൻ്റെ അഭിപ്രായം. ഈ സിനിമാ നടികളോട് ഒത്ത് ആട്ടവും പാട്ടും കളിയും ഒക്കെ ആയിട്ട് അഭിമുഖത്തിൻ്റെ ഗൗരവം കളയുന്നു. അപ്പോൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, രജനീഷിൽ ഞാനൊക്കെ കണ്ടിട്ടുള്ള അല്ലെങ്കിൽ പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു ആണത്വവും അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റിയും വ്യക്തിത്വമൊക്കെ ഈ സിനിമാ നടികളുടെ മുൻപിൽ വരുമ്പോൾ രജനീഷിന് വളരെ അധികമായിട്ട് അത് നഷ്ടപ്പെടുന്നതായിട്ട് കണ്ടു. അത് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ട് രജനീഷിനെ സ്നേഹിക്കുന്നവരാണ് രജനീഷിനെ എതിർക്കുന്നതും വിമർശിക്കുന്നവരും എന്ന് പറയേണ്ടി വരുന്നു. ഞാനും അത് തന്നെ പറയുന്നു. രജനീഷ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പഴയ ജേർണലിസ്റ്റിക് സമ്പ്രദായത്തിലേക്ക് അല്ലെങ്കിൽ പഴയ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ശൈലിയിലേക്ക് അദ്ദേഹം തിരിച്ചു പോകണം. മറ്റൊന്ന് പറയാനുള്ള, അദ്ദേഹം ഗൗരവമുള്ള കാര്യങ്ങൾ അഭിമുഖം എടുക്കുക. ഇപ്പോഴും ഈ അഭിമുഖം എന്ന് പറയുന്നത് പണ്ട് കാലത്ത് ഈ വർത്തമാന പത്രങ്ങളിൽ ഒരു ചലനാത്മകതയുള്ള ഒരു പരിപാടിയായിട്ട് രൂപം കൊണ്ടതാണ് ഈ അഭിമുഖം എന്ന് പറയുന്നത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു തരം ചലച്ചിത്രാവിഷ്കാരമായിരുന്നു പഴയ പത്രപ്രവർത്തനത്തിൽ, പഴയ മാധ്യമ പ്രവർത്തനത്തിൽ. അതുപോലെ തന്നെ ഈ സചിത്ര വാർത്താ ലേഖനങ്ങളും മറ്റ് ഫീച്ചറുകൾ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ അങ്ങനെ വന്നതാണ്. പക്ഷേ പിൽക്കാലത്ത് ഈ പത്രം തന്നെ അതൊക്കെ നിർത്തിക്കളഞ്ഞു. പത്രങ്ങൾ അധികം അഭിമുഖം എടുക്കുന്നില്ല. അതുപോലെ തന്നെ സചിത്ര ലേഖനങ്ങൾ, ഫീച്ചറുകളൊക്കെ പത്രങ്ങളിൽ പൊതുവെ കുറവാണ്. പത്രത്തിൻ്റെ അവസ്ഥയും വളരെ മോശമാണ്. കാരണം പത്രവും സമൂഹ മാധ്യമത്തിലേക്ക് ഇങ്ങനെ കയറി കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ദുരന്ത കാലഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ പലരും പത്രം നിർത്തിയിരിക്കുന്നു, ആരും പത്രം വായിക്കുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. കാരണം ഈ പത്രങ്ങൾക്കും അതിൻ്റെ ആവശ്യമില്ല, വായനക്കാരെ ആവശ്യമില്ല എന്നുള്ളതാണ് മറ്റൊന്ന്. കാരണം പത്രങ്ങൾ ചെയ്യുന്നതും ഇപ്പോൾ യൂട്യൂബ് വഴി പത്രങ്ങളെ വിൽക്കുക. പത്രം എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ വിറ്റഴിയുന്നത് യൂട്യൂബ് വഴിയാണ്. അപ്പോൾ ഈ യൂട്യൂബ് വഴി പത്രങ്ങൾ വിൽക്കുക എന്ന് പറയുമ്പോൾ അവിടെ റേറ്റിംഗ് വളരെ പ്രധാനമാണ്. അപ്പോൾ ഈ പ്രേക്ഷകനെ അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാഴ്ചക്കാരനെ അറസ്റ്റ് ചെയ്ത് നിർത്തത്തക്ക വിധത്തിലുള്ള വാർത്തകൾ, അത്തരത്തിലുള്ള തഗ് വാർത്തകൾ, അങ്ങനെയാണ് ഈ അടുത്ത് ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത്. ഞങ്ങളിത് തഗ്ഗിന് വേണ്ടിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, തഗ് ഡയലോഗ് അല്ലെങ്കിൽ ഒരു തഗ് റീല്, അതൊക്കെയാണ് ഇപ്പം ഞങ്ങൾ പത്രക്കാർ ശ്രമിക്കുന്നത്. അതങ്ങനെ തന്നെ പോകുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ സന്തോഷ് ജോർജ് കുളങ്ങര അല്ലെങ്കിൽ മൈത്രേയൻ, അതുപോലെ തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ രജനീഷ്, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മോട്ടിവേഷൻ കൊണ്ടു നടക്കുന്ന അവതാരകൻ,
പിന്നെ കുറേ പെൺകുട്ടികൾ, ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന കുറേ പെൺകുട്ടികളും ഇതിനകത്ത് വരുന്നുണ്ട്. അവരും ഇതൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഈ അഭിമുഖം എന്ന് പറഞ്ഞാൽ ഒരുപാട് കുടുങ്ങിച്ചിരിക്കുക, അല്ലെങ്കിൽ കിലുങ്ങിച്ചിരിക്കുക, അല്ലെങ്കിൽ ഒരാവശ്യമില്ലാതെ ചിരിക്കുക. അപ്പം നമ്മൾ ഈ അഭിമുഖം കാണുമ്പോൾ അറിയാൻ പറ്റും ഈ കുട്ടികൾ വെറുതെ ചിരിക്കുകയാണ്. അഭിമുഖത്തിന് നിന്നു കൊടുക്കുന്ന കലാകാരികളോ അല്ലെങ്കിൽ അത്തരം വ്യക്തിത്വങ്ങളോ അവരും വെറുതെ അനാവശ്യമായിട്ട് ചിരിക്കും. അപ്പോൾ നേരത്തെ പറഞ്ഞ മാധ്യമപ്രവർത്തകൻ പറഞ്ഞ പോലെ ഒരു തഗ് ഡയലോഗ് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി അഭിമുഖത്തിന് വന്നിരിക്കുന്നു ഒരാൾ, ആ തഗ് ഡയലോഗ് കേൾക്കാൻ വേണ്ടി അഭിമുഖത്തിനായിട്ടിരിക്കുന്നു മറ്റൊരാൾ. ഇതാണ് ഇപ്പോഴത്തെ അഭിമുഖം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്നത്, മോട്ടിവേഷൻ കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാർ, അത് വേറൊരു തൊഴിലാണ്. ഇപ്പോൾ മോട്ടിവേഷൻ എന്ന് പറയുന്ന തൊഴിലാണ്. അപ്പോൾ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹത്തിൻ്റെ മോട്ടിവേഷൻ തൊഴിലാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സുകൾ കേൾക്കാറുണ്ട്. ഞാനൊരു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളാണ്, അല്ലെങ്കിൽ ഞാൻ ഒരു HRD സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ എനിക്ക് ഈ പണി അറിയുന്ന ഒരാളും കൂടി ആയതുകൊണ്ട് പലപ്പോഴും അദ്ദേഹം പറയുന്നത് സത്യത്തിൽ പൂര വളിപ്പാണ് അദ്ദേഹം പറയുന്നത്. ഈ അവതാരകൻ പറയും, ഞാൻ അദ്ദേഹത്തിൻ്റെ പല ക്ലാസ്സിലാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് മോട്ടിവേറ്റ് ചെയ്യലല്ല. അദ്ദേഹത്തിൻ്റെ ധർമ്മം 1 മണിക്കൂറോ അല്ലെങ്കിൽ 2 മണിക്കൂറോ തൻ്റെ മുൻപിലിരിക്കുന്ന പ്രേക്ഷകരെ ചിരിപ്പിക്കുക. അതിന് അദ്ദേഹം എന്തു വളിപ്പും പറയും. ഈ വളിപ്പ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു എപ്പിസോഡിൽ വളിയെക്കുറിച്ചാണ് അദ്ദേഹം ക്ലാസ് എടുത്തത്. അത് പറയാതിരിക്കാൻ വയ്യ. നിങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ മോട്ടിവേഷൻ ക്ലാസ് തപ്പിയെടുത്ത് നോക്കിയാൽ ഒരു ക്ലാസ്സിൽ അദ്ദേഹം പറഞ്ഞ മുഴുവൻ വളിയെക്കുറിച്ചാണ്. അത് ഭയങ്കര ചിരിയൊക്കെയാണ്, ഭയങ്കര കയ്യടിയും ചിരിയൊക്കെയാണ് അതിനകത്തുണ്ടായത്. അപ്പോൾ ഞാൻ കുറ്റം പറയുകയല്ല, കാരണം ഇതൊക്കെ ഈ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ യൂട്യൂബ് കച്ചവടം വളരെ പ്രധാനമായിട്ട് നടക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സമൂഹ മാധ്യമവും അതുപോലെ തന്നെ മുഖ്യധാര മാധ്യമവും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പോൾ ഈ മുഖ്യധാര മാധ്യമവും അതുപോലെ തന്നെ സമൂഹ മാധ്യമവും തമ്മിൽ ഏറെ വ്യത്യാസമോ അല്ലെങ്കിൽ ഗൗരവത്തിലുള്ള മാറ്റമൊന്നും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഏതാണ്ടൊക്കെ ഒരുപോലെയാണ് ഈ സമൂഹ മാധ്യമവും അതുപോലെ തന്നെ മുഖ്യധാരകളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇപ്പോൾ സന്തോഷ് ജോർജ് കുളങ്ങര സ്വന്തം ചാനൽ നടത്തുന്ന ആളാണ്. ആ ചാനലിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾക്ക് പറയാനുള്ള അവസരമുണ്ട്, അദ്ദേഹം അത് പറയുന്നുണ്ട്. അത് കൂടാതെ കണ്ട് എനിക്ക് തോന്നുന്നത് ഇപ്പം സഫാരി ചാനൽ പറയുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നു. അതെല്ലാം വലിയ ഹിറ്റുമാണ്. കാരണം എന്താ വെച്ചാൽ വലിയ റേറ്റിങ്ങിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ. അപ്പോൾ കുളങ്ങര പറയുന്ന സമയത്തും അത് ഈ പറയുന്ന നേരത്തെ പറയുന്ന ഈ തഗ് ഡയലോഗിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അതാണ് പലപ്പോഴും റീലുകളായിട്ടൊക്കെ വരുന്നത്. അതുപോലെ തന്നെ മൈത്രേയൻ അതിൻ്റെ വേറൊരു ഭാഷയും ചമയ്ക്കുന്ന ആളാണ് മൈത്രേയൻ. പിന്നെ അപ്പുറത്ത് രവിചന്ദ്രനുണ്ട്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ പറയുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ ഈ മോട്ടിവേഷൻ അവതാരകനൊക്കെ അതിൽപ്പെടുന്ന ആൾക്കാരാണ്. ഒട്ടനവധി പേരുടെ പേരൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. എന്തായാലും നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനം അപജയത്തിൻ്റെ വലിയൊരു ദശയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് കാലത്ത് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞിരുന്ന കാലം, അല്ലെങ്കിൽ പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് നമ്മൾ ഈ മാധ്യമ പ്രവർത്തകൻ എന്ന പുതിയ സംജ്ഞ അല്ലെങ്കിൽ ആ ഒരു ടെർമിനോളജി കണ്ടുപിടിച്ചതിന് ശേഷം നമ്മുടെ പത്രപ്രവർത്തനത്തിൻ്റെ ഗ്രാഫ് വളരെ താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഇത് ഇവിടെ മാത്രം പ്രശ്നമല്ല. ഇപ്പോൾ ഞാൻ പറയാം, ഒരുപാട് PhD ഉള്ള ഡോക്ടർമാർ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം പഠിച്ചിട്ടുള്ള ഡോക്ടർമാർ, അതുപോലെ തന്നെ വൈദ്യശാസ്ത്രം പഠിച്ച് IAS-ഉം IPS ഒക്കെ എടുത്തിട്ടുള്ള ആൾക്കാർ, അവരൊക്കെ ചെയ്യുന്നത് ഈ റീലുകളിട്ട് ഇടുക എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു പലപ്പോഴും ഇവരുടെയൊക്കെ ഗവൺമെൻറ് ഉദ്യോഗത്തിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നു പലരും. ആ ഗവൺമെൻറ് ഉദ്യോഗത്തിൽ ഇരിക്കുന്ന സമയത്ത് പോലും, ആ പ്രവർത്തന സമയത്ത് പോലും റീലുകൾ നമുക്ക് കാണാൻ സാധിക്കും. സർക്കാർ വളരെ ഗൗരവമായിട്ടത് ശ്രദ്ധിക്കേണ്ടതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ ലക്ഷങ്ങൾ ശമ്പളം കൊടുത്ത് ഒരു ഉദ്യോഗസ്ഥയെ അല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കസേരയിൽ ഇരുത്തുമ്പോൾ അവർ ജോലി ചെയ്യുന്നതിന് പകരം ഇങ്ങനെ തഗ് റീലുകളൊക്കെ ഇട്ട് പ്രേക്ഷകരെ വേട്ടയാടി പിടിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് നിയമപരമായിട്ട് എതിർക്കാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ഇന്നത്തെ സമൂഹ മാധ്യമത്തിൻ്റെ അധിനിവേശവും അല്ലെങ്കിൽ അതിപ്രസരവും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യകതയൊക്കെ കണക്കെടുക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു നിയമം നിർമ്മാണത്തിന് സാധ്യതയുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ സമൂഹ മാധ്യമ പ്രവർത്തനം എന്ന് വേണം പറയാൻ. അങ്ങനെ ഒരു മാധ്യമ പ്രവർത്തനമേ ഇപ്പോൾ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ മുഖ്യധാര മാധ്യമ പ്രവർത്തനം ഇപ്പോൾ ഇല്ല. പത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ പത്രമാസികകളാവട്ടെ, ഇതൊക്കെ ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞ ഇവിടുത്തെ കേരളത്തിലെ നമ്പർ 1 ആയിട്ടുള്ള ഒരു സാംസ്കാരിക വാരികയിലോ മാസികയിലോ നമ്മളൊരു കവിതയോ കഥയോ നോവലോ ഒക്കെ എഴുതിയാൽ പോലും
അതിൻ്റെ PDF എടുത്ത് ഈ പറയുന്ന സമൂഹ മാധ്യമത്തിൽ കൊണ്ടിട്ടാൽ മാത്രമേ ആൾക്കാർ വായിക്കൂ എന്ന അവസ്ഥ വന്നിട്ടുണ്ട്. എന്തായാലും അതിഗൗരവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ മാധ്യമരംഗം കടന്നു പോകുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രജനീഷ്, അതുപോലെ തന്നെ മറ്റേ മോട്ടിവേഷൻ അവതാരകൻ, അവർ തമ്മിലുള്ള ഈ പ്രശ്നം യഥാർത്ഥത്തിൽ അവർ താഴോട്ട് പോന്നിരിക്കുന്നു. അവരുടെ ഗ്രാഫ് താഴോട്ടാണ്, ഒരിക്കലും മുകളിലോട്ടല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചെറിയ എൻ്റെ ഈ വിമർശനം എന്ന് പറയാൻ പറ്റില്ല, എൻ്റെ ഒരു അഭിപ്രായം ഞാനിവിടെ രേഖപ്പെടുത്തുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായിട്ട് CT വില്യംസ് ഖാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നതാണ്.